ഇന്ന് രാത്രി അല്പസമയത്തെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ കൊണ്ടുപോകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. മത്തായി സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. അതിനകത്തൊറ്റ വാക്ക് മാത്രമാണ് ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത്. യേശു അത് അറിഞ്ഞു. ജീസസ് അവെയർ ഓഫ് ദിസ്. യേശു അത് അറിഞ്ഞു. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഒരു വളച്ചുകെട്ടും കൂടാതെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ആരറിയുന്നതിനേക്കാൾ ആഴത്തിൽ നമ്മെ അറിയുന്ന ഒരു കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി ഒരു പരിചയപ്പെടുത്തൽ അവിടെ ആവശ്യമില്ല. നമ്മെ നന്നായിട്ട് അറിയാവുന്ന ഒരു ദൈവം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മെ അറിയുന്ന ഒരു അപ്പൻ, അല്ലേ? അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് ഇന്ന് രാത്രി ദൈവത്തെ ഒരു പിതാവായിട്ട് കണ്ടുകൊണ്ട് അടുത്ത് വരാൻ എത്ര പേർക്ക് കഴിയും? ഈ പഴയ നിയമ പശ്ചാത്തലത്തിലൊക്കെ ആളുകൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ എല്ലാം കണ്ടീഷനിലായിരുന്നു. പ്രത്യേകിച്ച് മോശ വളരെ കാര്യമായിട്ട് ഉടുത്തൊരുങ്ങി പർവ്വതത്തിൻ്റെ മേളിൽ ദൈവത്തിൻ്റെ അടുക്ക ചെന്ന് നിന്നപ്പോൾ ദൈവം പറയാ, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമി ആകയാൽ നിന്റെ കാലേന്ന് ചെരുപ്പ് എന്ത് ചെയ്യുക? ഊരിക്കള. പക്ഷേ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒരപ്പനെ ഞാൻ കാണുന്നുണ്ട്. ഒരു ചെരുപ്പും ഇല്ലാതെ ഓടി വരുന്ന മോനെ കണ്ടപ്പെടുത്തേന് കെട്ടിപ്പിടിച്ചേച്ച് അവനെ ചെരുപ്പണിയിക്കുന്ന ഒരപ്പൻ. ഇന്ന് രാത്രികാലം നമ്മൾ വന്നിരിക്കുന്നത് കണ്ടീഷനായി നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അടുക്കലല്ല, ചേർത്ത് പിടിക്കുന്ന. ഹല്ലേലൂയ. എനിക്കിന്ന് രാത്രി ലളിതമായിട്ട് നിങ്ങളോട് പറയാനുള്ള ദൂതിത, മറ്റാരറിയുന്നതിനേക്കാൾ നമ്മെ അറിയുന്ന ഒരു യേശു. യേശു അത് അറിഞ്ഞു. എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഈ ഭാഗത്തുനിന്ന് മാത്രമല്ല, 3 സുവിശേഷകന്മാർ വളരെ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവമായത്, അല്ലേ? മത്തായി 26:10, മർക്കോസ് 14:3, യോഹന്നാൻ 12:1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും 3 ഇടങ്ങളിലായിട്ട് വളരെ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സംഭവം. യോഹന്നാൻ 12 വരുമ്പോഴാണ് അതിൻ്റെ ആ ഡെപ്ത് നമുക്ക് മനസ്സിലാകുന്നത്. പെസഹയ്ക്ക് 6 ദിവസം മുമ്പ്, അല്ലേ? കുഷ്ഠരോഗിയായിരുന്ന ശീമോൻ്റെ വീട്ടിൽ യേശു ഇരിക്കുക. യേശു ഉണ്ട്, 12 ശിഷ്യന്മാരുണ്ട്, ശീമോനുണ്ട്, മാർത്തയുണ്ട്, മറിയുണ്ട്, ലാസറുണ്ട്. നമ്മുടെ ഭാഷ പറഞ്ഞാൽ കുറഞ്ഞത് 17 പേരുള്ള ഒരു കൂട്ടായ്മ. ആ കൂട്ടായ്മയുടെ നടുവിൽ മറ്റാരും ചെയ്യാത്തതൊന്ന് മറിയ ചെയ്യുക. എന്താ ചെയ്യുന്നത്? തൻ്റെ കയ്യിലിരുന്ന വെങ്കൽ ഭരണി തുറന്നേച്ച് അതിലെ പരിമളതൈലം മുഴുവൻ കർത്താവിൻ്റെ കാൽക്കലോട്ട് ഒഴിച്ചേച്ച് ദൈവത്തിന് സ്തോത്രം തലമുടി കൊണ്ട് അവളവൻ്റെ പാദം തുവർത്തുകയാണ്. ഇത് ആരറിഞ്ഞു? യേശു അറിഞ്ഞു. ഇന്ന് രാത്രി മറ്റാരറിയുന്നതിനേക്കാൾ നിങ്ങളെ അറിയുന്ന ദൈവം. ഞാൻ വളരെ ലളിതമാക്കാൻ ആഗ്രഹിക്കുക ആ ഭാഗം. ഞാൻ മറിയ തിരുവചനത്തിൽ പഠിച്ചപ്പോൾ 3 ഇടങ്ങളിലായിട്ടാണ് വ്യത്യസ്തമായ 3 പ്രവർത്തികൾ അവൾ ചെയ്യുന്നത്. ആ 3 പ്രവർത്തിയും കർത്താവ് അറിഞ്ഞു. സ്തോത്രം. യഥാർത്ഥത്തിൽ ഒരു ക്രിസ്ത്യാനിക്ക് ഏറ്റവും നല്ലൊരു മാതൃകയാണ് മറിയ. അവളെ 3 ഇടത്ത് നമുക്ക് കാണാൻ പറ്റും. 3 ഇടത്ത് അവൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ഒന്ന് വായിക്കണം. ഒന്നാമത് നമ്മൾ അവളെ കാണുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യത്തിലാണ്. ലൂക്കോസ് 10:39. എന്താ അവിടെ വായിച്ചത്? അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് വചനം കേട്ടുകൊണ്ടേയിരുന്നു. മറിയയുടെ ഒരു സ്വഭാവമാണ്, അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് വചനം കേട്ടു. ഞാൻ മറിയോട് ചോദിച്ചു, മറിയേ, നിന്റെ സ്വന്തം സിസ്റ്റർ മാർത്ത ഉൾപ്പെടെയുള്ള ആളുകൾ
ആ സ്ഥലത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കി വളരെ ഗൗരവത്തോടുകൂടെ അവിടെയുള്ള ശുശ്രൂഷകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പം നീ അതൊന്നും ശ്രദ്ധിക്കാതെ, മറ്റൊന്നിലും ബോധേഡാകാതെ, മറ്റൊന്നിനെ ശ്രദ്ധിക്കാതെ നീ എന്തിനാ വചനം മാത്രം കേട്ടുകൊണ്ടിരിക്കുന്നത്? അപ്പം മറിയ എന്നോട് പറഞ്ഞു, മറ്റെന്ത് തരുന്നതിനേക്കാൾ എൻ്റെ ലൈഫിന് അനുഗ്രഹം തരാൻ കഴിവുള്ളത് ദൈവത്തിൻ്റെ വചനത്തിനാണെന്നുള്ള തിരിച്ചറിവുണ്ടായപ്പം ശാബാരാധന. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവും അല്ല, ദൈവത്തിൻ്റെ വചനത്തിനായിട്ടുള്ള കൊതി. കാരണം അപ്പം തരുന്നതിനേക്കാൾ എനിക്ക് തൃപ്തി തരുന്നത്, ആഹാരം തരുന്നതിനേക്കാൾ എനിക്ക് തൃപ്തി തരുന്നത് വചനമാണെന്നുള്ള തിരിച്ചറിവുണ്ടായപ്പം മുതൽ ഞാൻ എൻ്റെ ബൈബിളിൽ 17 കൂട്ടം കാര്യങ്ങൾ വചനത്തെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. വചനത്തിന് ചെയ്യാൻ പറ്റുന്ന 17 കൂട്ടം കാര്യങ്ങൾ. ഒന്ന്, അതിൽ കൂടുതൽ കാണുമായിരിക്കാം, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ് ഞാൻ പറയുന്നത്. ഒന്ന്, ഏത് ശൂന്യതകളുടെ നടുവിലും ഉളവാക്കാൻ പറ്റുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഇന്ന് നിങ്ങളൊരു ശൂന്യതയിലാണെങ്കിൽ ദൈവവചനം ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ നടക്കാത്തതൊന്ന് നിർമ്മിക്കപ്പെട്ടു വരുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇനി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടുത്ത സാധ്യത, ഏത് ഉളവായതിൻ്റെ മേലും ജീവൻ പകരുന്നതാ ദൈവത്തിൻ്റെ വചനം. ഏത് ദൈവവൈതലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലത്തെയും അടക്കുന്നതാ ദൈവത്തിൻ്റെ വചനം. ഏത് ദൈവവൈതലിനെയും വർദ്ധിപ്പിക്കുന്നതാ ദൈവത്തിൻ്റെ വചനം. അങ്ങനെ 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 എഴുതി വരുമ്പോൾ ഗലാത്യർ 3:2 പൗലോസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ഇതൊന്നും മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവർത്തികളാലാണോ അതോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലാണോ? ഗലാത്യർ 3:5 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ. അപ്പം ഇന്ന് രാത്രി നമ്മൾ കേൾക്കുന്നത് വെറും നോവലല്ല, നമ്മൾ കേൾക്കുന്നത് വെറും കെട്ടുകഥയല്ല, നമ്മൾ കേൾക്കുന്ന വചനം നമ്മളിൽ വീര്യപ്രവർത്തി ചെയ്യാൻ കരുത്തുള്ള വചനമാണെന്ന് വിശ്വസിക്കുന്ന ശബന രബരബരബരബ ഒരു ഭയങ്കര ദൈവസാന്നിധ്യം ഇവിടെ നിൽപ്പുണ്ട്. എനിക്കറിയാം, ഈ രാത്രിയോഗം തീരുന്നതിന് മുമ്പ് അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ ഇവിടെ സംഭവിക്കുമെന്ന കാര്യം എനിക്ക് ഉറപ്പാ. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും വചനത്തെ ഉറപ്പിച്ച ദൈവം ഇന്ന് രാത്രികാലം അസാധാരണമായ ചില വീര്യപ്രവർത്തികൾ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ വിടുതലിന് സാധ്യമായ, എൻ്റെ അനുഗ്രഹത്തിന് സാധ്യമായ ചില അത്ഭുതങ്ങൾ. യെസ്. അപ്പം ഒന്നാമത് മറിയ കാണുന്ന സ്ഥലം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിലാണ്. അവൾ പറയുക, എൻ്റെ എല്ലാ അനുഗ്രഹവും വരുന്നത് വചനത്തിൻ്റെ മുമ്പിലാണെന്ന് തിരിച്ചറിഞ്ഞതിൽ പിന്നെ മറ്റൊന്നിലോട്ട് ഞാൻ പോകാറില്ല, മറ്റൊന്നിനെ ഞാൻ ശ്രദ്ധിക്കാറില്ല. എവിടെ വചനം പറഞ്ഞാലും അത് കൊതിയോടെ ഞാൻ കേൾക്കുന്നതിൻ്റെ കാരണം എൻ്റെ അനുഗ്രഹം വരുന്നത് വചനത്തിൽ നിന്നാണെന്ന് തിരിച്ചറിവ് എനിക്കുണ്ടായതിൽ പിന്നെ. ഇനിയും അറിയാൻ ഞാൻ കണ്ട രണ്ടാമത്തെ ഒരു സ്ഥലമുണ്ട്, ഒന്ന് വായിച്ചു നോക്കണം. യോഹന്നാന്റെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം. ജോൺ ചാപ്റ്റർ 11 verses 29, 29-ാമത്തെ. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റു അവന്റെ അടുക്കൽ വന്നു. വായിച്ചു. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെ ആയിരുന്നു. വീട്ടിൽ അവളോടുകൂടെ ഇരുന്നു. അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരവാൻ പോകുന്നു എന്ന് വിചാരിച്ചു പിൻചെന്നു. അടുത്തത്, യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. അവിടുത്തെ കാൽക്കൽ വീണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ, അങ്ങിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ല എന്ന് പറഞ്ഞു. കർത്താവിനെ കണ്ടപ്പം മറിയയുടെ രണ്ടാമത്തെ പ്രതികരണമാ. അവന്റെ കാൽക്കൽ വീണച്ച് പറയാ, കർത്താവേ, അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. ഞാൻ മറിയോട് ചോദിച്ചു, മറിയേ, താങ്കളുടെ ബ്രദർ മരിച്ച പിന്നെ ആദ്യമായിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്ന ആളാണോ യേശു?
അപ്പം മറിയ പറഞ്ഞല്ല, എൻ്റെ ബ്രദർ മരിച്ചതറിഞ്ഞുകൊണ്ട് എൻ്റെ ചേർച്ചയിലും സ്വന്തത്തിലും ബന്ധത്തിലുമുള്ള സകല ആളുകളും വന്നു, ഞങ്ങളുടെ അയൽവക്കക്കാർ വന്നു, ഞങ്ങളുടെ സഭക്കാർ വന്നു. ഇവിടെ നടന്ന ശുശ്രൂഷയുടെ ക്രമീകരണങ്ങളിലൊക്കെ ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറായിരുന്നു ആക്റ്റീവായിട്ടുണ്ടായിരുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് വന്നു, MLA വന്ന് അനുശോചനം പറഞ്ഞായിരുന്നു, മന്ത്രി വിളിക്കുകയും ചെയ്തായിരുന്നു. ഞാൻ ചോദിച്ചു, ഇവരോട് ആരോടേലും നീ പറഞ്ഞായിരുന്നോ അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നെന്ന്? ഇവരോട് ആരോടേലും നീ പറഞ്ഞോ? അപ്പം മറിയ പറഞ്ഞില്ല, ഇവരോട് ആരോടും ഞാൻ പറഞ്ഞില്ല. എൻ്റെ സഹോദരൻ അങ്ങിവിടെ ഉണ്ടായിരുന്നെങ്കിൽ മരിക്കത്തില്ലായിരുന്നെന്ന് ഇവരോട് ആരോടും ഞാൻ പറഞ്ഞില്ല. അപ്പം ഞാൻ ചോദിച്ചു, ആരോടും പറയാത്ത കാര്യം എന്താ? യേശുവിനോട് പറഞ്ഞത്. അപ്പോൾ അവള് പറയാ, ആരോടും പറയാൻ പറ്റാത്ത ഏത് സ്വകാര്യ നൊമ്പരങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ഒരു സ്ഥലവാ യേശുവിൻ്റെ സന്നദ്ധി എന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് രാത്രി എത്ര ദൈവമക്കൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്? ആരോടും പറയാൻ പറ്റാത്ത, ആരുടെ അടുക്ക പറഞ്ഞിട്ട് പരിഹാരമില്ലാത്ത നിന്റെ വ്യക്തിപരമായ നൊമ്പരങ്ങൾ ഉള്ളു തുറന്ന് പറയാൻ പറ്റുന്ന ശബാരാധരാധര. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി കർത്താവുമായി കൂട്ടിമുട്ടിയിരിക്കുന്ന ഈ സദസ്സിൽ നിങ്ങൾ മൗനമായിരിക്കരുത്. കർത്താവുമായി കൂട്ടിമുട്ടിയിരിക്കുന്ന ഈ സ്ഥലത്ത് നിങ്ങൾ വെറുതെ ഇരിക്കരുത്. യഹോവ ഈ സ്ഥലത്തുണ്ട്, സത്യം, ഞാനത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞു പോകരുത്. ഇന്ന് രാത്രി കർത്താവുമായി കൂട്ടിമുട്ടിയിരിക്കുന്ന ഈ സ്ഥലത്ത് നിനക്ക് പറയാനുള്ളതെല്ലാം നിന്റെ ദൈവത്തോട് പറ. നിന്റെ നൊമ്പരങ്ങളെ പറ, നിന്റെ വേദനകളെ പറ, നിന്റെ ആകുലതകളെ പറ, നിന്റെ ആശങ്കകളെ പറ. ഓ, പരിഹാരമില്ലാത്ത വിഷയം, കഴിഞ്ഞ 4 ദിവസമായിട്ട് നിന്നെ അലട്ടുന്ന വിഷയം, നിന്നെ അലതല്ലി കരയുവാൻ കാരണമായി മാറിക്കൊണ്ടിരിക്കുന്ന വിഷയം, ഇന്ന് രാത്രി യേശുവിനോട് നീ പറ. വെറുതെ അയക്കത്തില്ല. കർത്താവിനോട് പറയുന്ന കാര്യത്തിനകത്ത് ശബാരാധരാധര. ഇപ്പൊ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ശക്തമായിട്ട് പറയാൻ പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, നിങ്ങൾക്ക് അധികം പ്രയാസമുള്ള കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവാ. ഈ പ്രാർത്ഥനയുടെ 10ാമത്തെ സെഷനിൽ ഇതുവരെ നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത, നിന്റെ മുമ്പിൽ മല പോലെ നിൽക്കുന്ന ചില പ്രശ്നങ്ങളെ, ഓ ശബരവ പറ, പ്രിയപ്പെട്ടവരെ, വാ തുറന്ന് പറ. ഇന്ന് രാത്രി കർത്താവിന്റെ കരം ചലിക്കുന്ന രാത്രിയാ, അവിടുത്തെ സൗഖ്യം ചലിക്കുന്ന രാത്രിയാ, അവിടുത്തെ അത്ഭുതം ചലിക്കുന്ന രാത്രിയാ. ശബന വര 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 വര. എനിക്കിന്ന് രാത്രി ആത്മാവിൽ മനസ്സിലാകുന്നു, വലിയ ദൈവപ്രവർത്തികൾ രാത്രി സംഭവിക്കും. ഇനി ഒരു പ്രതീക്ഷയില്ലാത്ത വിഷയത്തിന്റെ മേൽ ആരൊക്കെയോ കൊണ്ട് കല്ലറയടകത്ത് അടച്ചു വെച്ചിരിക്കുന്ന വിഷയത്തിനകത്ത് ഇന്ന് രാത്രി നീ കർത്താവിനോട് പറ. ശബര വര വര ഉടാരവ, വാ തുറന്നു പറ, ശബ്ദം ഉയർത്തി പറ. രാജാതി രാജാവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുമ്പം അവന്റെ സന്നിധി പറയുന്നത് എന്തിനാ ലജ്ജിക്കുന്നത്? അവന്റെ സന്നിധി പറയുന്നത് എന്തിനാ അമാന്തിക്കുന്നത്? നിന്റെ ശബ്ദം ഉയർത്തി നീ ദൈവത്തോട് പറ. നൊമ്പരങ്ങൾ കർത്താവിനോട് പറ. ലളിതമായ പഴയ പാട്ട്, നമുക്കറിയാവുന്ന പാട്ട്, എന്തു നല്ലോർ സഖി യേശു. ഹല്ലേലൂയ. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാൻ പറ്റാത്ത നൊമ്പരങ്ങൾ യെസ് എല്ലാവരും കേൾക്കും കേട്ടോ. എന്നോടിന്ന് രാത്രി ദൈവാത്മാവ് ഇങ്ങനെ പറയാൻ പറയുന്നു, ആരോടും പറയാൻ പറ്റാത്ത നൊമ്പരങ്ങൾ ഉള്ളു തുറന്ന് യേശുവിനോട് പറ. ശബാരാധരാധരാധരാധര. ഓ ഹല്ലേലൂയ. നിങ്ങൾക്കധികം പ്രയാസമുള്ള കാര്യം കർത്താവിൻ്റെ അടുക്ക കൊണ്ടുപോവാ. കർത്താവ് വളച്ചുകെട്ടലുകൾ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. കർത്താവ് നിന്റെ വടിവത്ത വാക്കുകളൊന്നും ഇഷ്ടപ്പെടുന്നില്ല. കർത്താവ് റിയാലിറ്റീസിനെ ഇഷ്ടപ്പെടുന്നത്, യാഥാർത്ഥ്യങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു കർത്താവ് നമ്മുടെ കർത്താവ്. കഴിഞ്ഞ 4 ദിവസമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ചില ദൈവമക്കൾ
ഇന്ന് രാത്രി നിന്റെ ചില വിഷയങ്ങളുടെ മേലൊരു ചലനം നടക്കാൻ പോവുക. ഇന്ന് രാത്രി നിന്റെ വിഷയത്തിന്റെ മേലൊരു അത്ഭുതം നടക്കാൻ പോവുക. ഉടവാര വൈടവാര ധൂരവാരവാര. ഒത്തിരി പേരെ നോക്കി ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ പ്രവചിക്കുക. നിന്റെ വീട്ടിൽ ഏറ്റവും മരിച്ചിരിക്കുന്ന ചിലതിന്റെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ശ്വാസം ഊതുന്ന രാത്രിയാ. ഓ, ഈ രാത്രി തന്നെ അത്ഭുതകരമായ ഒരു ദൈവമഹത്വം എന്റെ മേൽ വെളിപ്പെടുമെന്ന് ഉറപ്പുള്ള എത്ര ദൈവമക്കൾ വിശ്വസിച്ചു തുടങ്ങിക്കോ. വിശ്വസിക്കുന്നവരാണ് ഈ അടയാളങ്ങൾ നടക്കുക. അപ്പം ഒന്നാമത് അവൾ പാദത്തിൽ നിന്ന് വചനം കേട്ടു. രണ്ടാമത് അവൻ്റെ പാദപീഠത്തിങ്കിൽ അവൾ കിടന്ന് കവിണ് വീണ് കാര്യം പറഞ്ഞു. മൂന്നാമത് നമ്മൾ മറിയെ കാണുന്ന സ്ഥലമാണ് യോഹന്നാൻ 12:1. ശീമോന്റെ വീട്ടിൽ 17 പേരിരിക്കുന്ന സദസ്സിൽ മറ്റാരും ചെയ്യാത്തതൊന്ന് അവൾ ചെയ്യുക. സ്പ്രേ കുപ്പി തുറന്നേച്ച് അതിലെ തൈലം മുഴുവൻ കാൽക്കൽ ഒഴിച്ചേച്ച് തലമുടി കൊണ്ട് അവൾ തോർത്തുകയാണ്. 1 കൊരിന്ത്യർ 11, എ വുമൺസ് ഹെയർ ഈസ് ഹെയർ ഗ്ലോറി. ഒരു സ്ത്രീയുടെ മഹത്വമാണ് അവളുടെ മുടി. അവളുടെ മുടി കൊണ്ട് അവളെ പാദം തുടക്കുക. ഞാൻ ചോദിച്ചു, എന്തിനാ നീ മഹത്വം ഉരിഞ്ഞു വെക്കുന്നത്? അപ്പോൾ എനിക്ക് മനസ്സിലായി. വെളിപ്പാട് പുസ്തകം 4:10, 24 മൂപ്പന്മാരും 4 ജീവികളും ഒരുപോലെ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ അവരുടെ കിരീടങ്ങളെ താഴ്ത്തി വെച്ചിട്ട് മഹത്വം ഉരിഞ്ഞു വെച്ചിട്ട് ഉറക്ക പറഞ്ഞു ഒരു വാക്കുണ്ട്, കുഞ്ഞാട് അങ്ങ് യോഗ്യൻ, അങ്ങ് അറുക്കപ്പെട്ടു, അങ്ങ് ഞങ്ങളെ രക്തം കൊണ്ട് നിന്റെ എല്ലാ പ്രൗഢിയും ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് താത്തു വെക്കാവോ? നിന്റെ എല്ലാ പ്രൗഢിയും ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് താത്തു വെച്ച് ഈ രാത്രി ഒരു അല്പസമയം ദൈവത്തെ ഒന്ന് ആരാധിക്കാമോ? നമ്മൾ ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്നത് അതിനു വേണ്ടി മാത്രമാ. നമ്മുടെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കുവാൻ ഉള്ള മഹത്വമെല്ലാം താത്തി വെച്ചിട്ട്, എല്ലാ പ്രൗഢിയും താത്തി വെച്ചിട്ട് ദൈവത്തിന് സ്തോത്രം. അപ്പം അവളെ ഞാൻ കണ്ട 3 സ്ഥലമാണ്. ഒന്ന്, അവൾ അവൻ്റെ പാദപീഠത്തിലിരുന്ന് വചനം കേട്ടു. 2, അവൻ്റെ പാദപീഠത്തിൽ വീണിട്ട് പറയേണ്ടത് പറഞ്ഞു. 3, അവൻ്റെ പാദത്തിങ്കൽ ചെയ്യേണ്ടത് ചെയ്തു. അപ്പോൾ ആരാധനയിൽ സംഭവിക്കേണ്ട 3 കാര്യമാണ്. കേൾക്കേണ്ടത് കേൾക്കണം, പറയേണ്ടത് പറയണം, ചെയ്യേണ്ടത് സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഒന്ന് നമ്മളോട് തന്നെ ഒന്ന് പറഞ്ഞേ. കേൾക്കേണ്ടത് പറ, പറയേണ്ടത് ചെയ്യേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കേൾക്കേണ്ടത് കേൾക്കേണ്ട സമയത്ത് കേൾക്കണം. അന്നേരം വാട്സപ്പും കുത്തിക്കൊണ്ടിരിക്കരുത്. വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ വാട്സപ്പും കുത്തിക്കൊണ്ടിരിക്കരുത്. കേൾക്കേണ്ടത് കേൾക്കേണ്ട സമയത്ത് കേൾക്കണം. രണ്ടാമത്, പറയേണ്ടതെല്ലാം ദൈവത്തോട് എന്ത് ചെയ്യണം? ശബാരാധരാധരാധര. ചെയ്യേണ്ടത് ചെയ്യണം. അവള് ചെയ്യുന്നത് കണ്ടപ്പോൾ നാട്ടുകാർ പറഞ്ഞത് കേട്ടോ, അവിടെ ഇരിക്കുന്നവർ പറഞ്ഞത് കേട്ടോ, ഇത് പാഴ്ചെലവാന്ന്. മലയാളത്തിൽ അതെ പാഴ്ചെലവെന്ന് പറയുന്നെങ്കിൽ ഇംഗ്ലീഷിൽ പറയാ ഇത് വേസ്റ്റാന്ന്. സ്വർഗം പറയാ എടാ ഇത് വേസ്റ്റ് അല്ല, ഇതാടാ വർഷിപ്പ്. നീ ഒച്ച വെക്കുന്നതും നീ കൈയടിക്കുന്നതും നീ ശബ്ദം ഉയർത്തുന്നതും ഒക്കെ ലോകത്തിന് വേസ്റ്റായിട്ട് തോന്നും. പക്ഷെ സ്വർഗം പറയുകയാ, ഓ നല്ല സ്വരത്തിൽ ദൈവത്തെ സ്തുതിക്ക്. നല്ല ശബ്ദം കൊടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്ക്.
ഇത് ഒച്ച കൂടുതലാണെന്നും ഇത് വേസ്റ്റ് ആണെന്നും ഇത് ലോകം പറയട്ടെ. പക്ഷെ ഇന്ന് രാത്രി നീ പറ, ഇത് വർഷിപ്പാന്ന് പറ. ഓ ഉള്ളു തുറന്ന് കർത്താവിനെ ആരാധിക്കുന്ന എത്ര ദൈവമക്കൾ. ലോകത്തിനിത് വെറും ഒച്ച ബഹളമാ, ലോകത്തിനിത് വെറും വേസ്റ്റാ. എന്നാൽ ഇന്ന് രാത്രി ദൈവസ്നേഹം അനുഭവിക്കുന്ന ദൈവമൈതൽ പറയുകയോ, ഇതെന്റെ വർഷിപ്പാ. ഇതെന്റെ വർഷിപ്പാ, ഇതാണ് എൻ്റെ ആരാധന. എൻ്റെ ദൈവത്തിന്റെ മുമ്പിൽ ഇതാണ് എൻ്റെ ആരാധന. നിന്നെ ഒന്ന് മറക്കാവോ? നിന്നെ ശരീരത്തെ ഒന്ന് വിട്ടുകൊടുക്കാവോ? ഓ ദൈവ സാന്നിധ്യത്തോട് ഭയങ്കരമായി പ്രതികരിക്കുന്ന ചില ദൈവമക്കൾ. ദാവീദ് പറയും, എന്റെ സ്വന്തം ഭാര്യ മീകളിന് പോലും എന്റെ ആരാധന വേസ്റ്റ് ആയിട്ട് തോന്നി. പക്ഷേ എന്റെ ഭാര്യക്ക് ഇഷ്ടപ്പെട്ടില്ലേലും, എന്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ലേലും, എന്റെ നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലേലും, എന്റെ ദൈവത്തിന്റെ മുമ്പില് ഇന്ന് രാത്രി നീ പറ സഹോദര, നീ പറ സിസ്റ്ററെ, എന്റെ ഭാര്യയുടെ ഇഷ്ടം നോക്കിയല്ല, എന്റെ ഭർത്താവിന്റെ ഇഷ്ടം നോക്കിയല്ല, എന്റെ മക്കളുടെ ഇഷ്ടം നോക്കിയല്ല, എന്റെ ദൈവം ആരാന്ന് തിരിച്ചറിയുമ്പോ എന്റെ ദൈവമാരാണെന്ന് തിരിച്ചറിയുമ്പോ, എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തത് ഓർക്കുമ്പോ, എന്റെ ദൈവം എന്റെ വീട്ടിൽ എനിക്ക് വേണ്ടി ചെയ്ത അത്ഭുതത്തെ ഓർക്കുമ്പം എനിക്ക് എന്റെ ദൈവത്തിന്റെ സന്നിധി മൗനമാകാൻ പറ്റത്തില്ലെന്ന് പറയാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് കഴിയും? അപ്പൊ യേശു അത് അറിഞ്ഞു കേട്ടോ. എന്താ എൻ്റെ യേശു അറിഞ്ഞത്? എന്താ യേശു അറിഞ്ഞത്? നിങ്ങൾ വചനം എങ്ങനാ കേൾക്കുന്നതെന്ന് യേശു അറിയും. നിങ്ങൾ ദൈവസന്നിധിയിൽ എങ്ങനാ പ്രതികരിക്കുന്നതെന്ന് യേശു അറിയും. നിങ്ങൾ ദൈവത്തെ എങ്ങനെ ആരാധിക്കുന്നതെന്ന് യേശു അറിയും. അനീഷ് തോമസ് പാസ്റ്ററെ തൃപ്തിപ്പെടുത്താനല്ല ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ആരാധിക്കുന്നത്. ഇവിടുത്തെ പാട്ടുകാരെ തൃപ്തിപ്പെടുത്താനല്ല നമ്മൾ ഇന്ന് രാത്രി ഇവിടെ ആരാധിക്കുന്നത്. ആത്മാവിൽ ആരാധിച്ചോ. ഭയങ്കര ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഹോളിനകത്ത് നിറഞ്ഞു നിൽക്കുക. ഹല്ലേലൂയ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, യേശു നമ്മളെ അറിഞ്ഞാൽ അംഗീകരിക്കുകയും ചെയ്യും. ഞാൻ അച്ചാനെ അംഗീകരിക്കണൽ, അച്ചാനെ അറിയാവുന്ന 10 പേര് അച്ചാനെ അംഗീകരിച്ച ഒരു അഭിപ്രായം പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കത്തുള്ളൂ. അല്ലെ അച്ഛൻ എന്നെ അംഗീകരിക്കണേ, അനീഷ് പാസ് കൊള്ളാമെന്നൊരു 20 പേര് പറഞ്ഞാലേ എന്ത് ചെയ്യത്തുള്ളൂ, അംഗീകരിക്കത്തുള്ളൂ. പക്ഷെ എനിക്കൊരു ദൈവത്തെ അറിയാം കേട്ടോ.
ലോകം മുഴുവൻ എനിക്കെതിരെ എതിര് പറഞ്ഞാലും, ലോകം മുഴുവൻ എനിക്കെതിരെ എഴുതിയാലും, എൻ്റെ റിയാലിറ്റി അറിഞ്ഞേച്ച് എന്നെ അംഗീകരിക്കുന്ന ഒരു ദൈവം എൻ്റെ ദൈവം. ശാബാരാധരാധരാധര. ഇന്ന് രാത്രി ലോകം മുഴുവൻ നിനക്കെതിരെ നിന്നാലും, കൂടിയിരിക്കുന്ന ശിഷ്യന്മാരെതിരെ നിന്നാലും, സ്വന്തം സഹോദരങ്ങൾ എതിരെ നിന്നാലും, ശീമോൻ എതിരെ നിന്നാലും, എൻ്റെ കർത്താവിന് അതൊന്നും വിഷയമല്ല. ഒരുത്ത ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുന്നത് കണ്ട ഈ മർക്കോസ് 14 വരുമ്പോൾ എനിക്ക് അങ്ങ് അത്ഭുതം തോന്നുക. കർത്താവ് അവളെ അംഗീകരിച്ചു 3 കാര്യം പറഞ്ഞു. 1, അവൾ എങ്കിൽ നല്ല പ്രവൃത്തി ചെയ്തു. 2, അവൾ തന്നാൽ ആവത് ചെയ്തു. 3, അവൾ മുൻകൂട്ടി ചെയ്തു. അപ്പൊ കർത്താവ് കൊടുക്കുന്ന 3 അംഗീകാരം കണ്ടോ? 1, എങ്കിൽ നല്ല പ്രവൃത്തി ചെയ്തു. 2, തന്നാൽ. ഇന്ന് രാത്രി പാതി ബലം ദൈവത്തിന് കൊടുത്തേച്ച് പോകരുത്. ചെയ്യാവുന്നതിന്റെ മാക്സിമം ഒറ്റ ആരാധിച്ചോളെങ്കിലും അത് ജീവനുള്ള ആരാധന വേണം ദൈവത്തിന് കൊടുക്കാൻ. ഞാൻ പറയും, ഒറ്റ പ്രസംഗമേ പ്രസംഗിച്ചുള്ളതിലും അത് ഹാബേൽ ചെയ്തതുപോലെ വേണം ദൈവസന്നിധി ചെയ്യാൻ. ഈ ശുശ്രൂഷ കഴിഞ്ഞ് ഇവിടെ മരിച്ചു വീണാലും ദൈവത്തിന് പ്രസാദമുള്ള ഒരു ആരാധന കൊടുത്തേച്ച് അവളെങ്കിൽ നല്ല പ്രവൃത്തി ചെയ്തു, അവൾ തന്നാൽ ആവത് ചെയ്തു. ഇനി കർത്താവ് പറയുന്ന 3ാമത്തെ കാര്യ, അവള് മുൻകൂട്ടി ചെയ്തു. ചേർന്ന് പറ, മുൻകൂട്ടി ചെയ്തു. ഇന്നത്തെ പ്രാർത്ഥന വെറുമൊരു പ്രാർത്ഥനയല്ല. നാളെ പിശാച് ഒരുക്കുന്ന ചില പദ്ധതികളുടെ നേരെ ദൈവം നിന്നെ മുൻകൂട്ടി ഇരുത്തിയിരിക്കുക. ആണ്ടും ഡേറ്റും മണിക്കൂറും തീയതിയും കഴുകുമരം ഒക്കെ ഒരുക്കി ഹാമാനവന്റെ സകല അജണ്ടകളും കൊണ്ട് കാത്തു നിൽക്കുമ്പോൾ ചില ഹാമാന്യ പദ്ധതികളെ ജയിക്കാൻ, ചില ഹാമാന്യ പദ്ധതികളെ തകർക്കാൻ ഇന്ന് രാത്രി ദൈവം തന്നെ ഇവിടെ ഇരുത്തിയിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ? ഈ പ്രാർത്ഥനയുടെ അകത്തു ചില ഹാമാന്യ പദ്ധതികൾ തകർന്നു മാറിക്കൊണ്ടിരിക്കുക. അവളെങ്കിൽ നല്ല പ്രവൃത്തി ചെയ്തു, അവൾ തന്നാൽ ആവത് ചെയ്തു, അവൾ മുൻകൂട്ടി ചെയ്തു. അതുകൊണ്ട് അവൾ ആദരിക്കപ്പെടും, അവൾ അറിയപ്പെടും, അവൾ അംഗീകരിക്കപ്പെടും. എന്നുവരെ ഈ പുസ്തകം ഉയർത്തിച്ച് സ്വർഗം പറയാ. എന്നുവരെ ഇതുണ്ടോ? എന്നുവരെ ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുവോ? നീ ഇന്നലത്തെ മഴയ്ക്ക് കിളുത്ത് ഇന്ന് അവസാനിക്കുന്ന തകരയല്ല, നിന്റെ ചരിത്രത്തെ ദൈവം മാറ്റാൻ പോവുക. എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട്? ദൈവസന്നിധിയിൽ ആരാധന കൊടുക്കുന്നത് വെറുതെ അല്ലെന്ന്, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് വെറുതെ അല്ലെന്ന്. ഞാൻ ഈ മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നത് വെറുതെ അല്ലെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കള്. ലോകത്തിലെ ഏത് സാധനത്തിനും വാറന്റിയും ഗ്യാരന്റിയും തരുന്നത് 5-10 വർഷമാ. പക്ഷെ ആരാധിക്കുന്നവന്റെ വാറന്റി ഏതാണെന്നറിയാമോ? എന്നുവരെ വചനമുണ്ടോ, എന്നുവരെ വചനം പ്രസംഗിക്കപ്പെടുവോ? നീ അങ്ങനൊന്നും അവസാനിക്കത്തില്ലെന്നാ ഞാൻ പറഞ്ഞത്. നിനക്ക് അതിര് കുറിക്കാൻ ആർക്ക് പറ്റും? ശബന ആരാധിക്കുന്നവന് അതിരിടുന്നത് ദൈവമല്ലേ?
ഇന്ന് രാത്രി മനുഷ്യൻ എഴുതിയ ചില റിപ്പോർട്ടുകൾ, സാത്താൻ എഴുതിയ ചില റിപ്പോർട്ടുകൾ നിന്റെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം കീറിക്കളയുന്ന രാത്രിയായത്. ഓ റബ റബ റബ. ഓ ചില കുടുംബങ്ങൾക്കെതിരെ എഴുതിയ റിപ്പോർട്ടുകൾ, ചില മെഡിക്കൽ റിപ്പോർട്ടുകൾ, ശബന റബ 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 റബ, ചില മനുഷ്യർ എഴുതിയ റിപ്പോർട്ടുകൾ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം കീറിക്കളയാൻ പോവുക. അസാധാരണമായ ദൈവമഹത്വം. ഓ ചലിക്കട്ടെ 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 ചലിക്കട്ടെ. ഓ ഈ രാത്രിയിലെ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുന്ന എത്ര ദൈവമക്കൾ നിനക്ക് തിരിപ്പുണ്ട്. ലോകം എന്തെല്ലാം നിനക്കെതിരെ എഴുതിയാലും, ലോകം ഏതെല്ലാം വിധികൾ നിനക്കെതിരെ എഴുതിയാലും, ഇന്ന് രാത്രി മനുഷ്യന്റെ ചില പദ്ധതികളെ ശബരബരബരബരബ. നിനക്കെതിരെ മനുഷ്യൻ എഴുതിയ ചില പദ്ധതികളെ ദൈവം ഇന്ന് രാത്രി കരിച്ചു കളയും. നിന്റെ കുടുംബത്തിനെതിരെ സാത്താൻ എഴുതിയ ചില പദ്ധതികളെ ഇന്ന് രാത്രി ദൈവം കരിച്ചു കളയും. നിനക്കതിരിടാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഓ ശാന്തനാദരാദര. ഇപ്പൊ നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് വളരെ ശക്തമായി ദൈവം ഇടപെടുന്ന ഒരു വാക്യ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം ഒന്ന് വായിച്ചു നോക്കിക്കേ. യെശയ്യാ 30:33 അവസാനത്തെ ഒരു വാക്ക് വായിച്ചാലും മതി. യെശയ്യാ 30:33 യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ. പണ്ട് തന്നെ ഒരു ദഹന സ്ഥലം ഒരുക്കിയിട്ടുണ്ടല്ലോ, അത് രാജാവിനായിട്ടും ഒരുക്കിയിരിക്കുന്നു. അവൻ അതിനെ ആഴവും വിശാലവും ആക്കിയിരിക്കുന്നു. അതിന്റെ ചിതയിൽ വളരെ തീയും വിറകും ഉണ്ട്. യഹോവയുടെ ശ്വാസം ഒരു ഗന്ധക നദി പോലെ അതിനെ കത്തിക്കും. ഇന്ന് രാത്രി നിനക്കെതിരെ സാത്താൻ എഴുതിയ, മനുഷ്യൻ എഴുതിയ ചില പദ്ധതികളെ ദൈവം കത്തിക്കും കേട്ടോ. ദൈവം അതിന്റെ നേരെ ഒന്ന് ഊതും. ദൈവത്തിന്റെ ശ്വാസം ഒന്ന് ഊതിയാൽ പറ ഗന്ധക നദി പോലെ. അച്ഛാ കൊതുമ്പും ചൂട്ട് കത്തുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിനക്കെതിരെ എഴുതിയ ചില വിധികളെ, നിന്റെ തലമുറക്കെതിരെ എഴുതിയ ചില വിധികളെ, നിന്റെ വീടിനെതിരെ ഉള്ള ചില ശാപങ്ങളെ, ചില രോഗങ്ങളെ, യെസ്, ആ പാരഗ്രാഫ് ആരംഭിക്കുമ്പോ തന്നെ യെശയ്യാ 30:29 പറയുക, നിങ്ങൾ ഉത്സവഘോഷ രാത്രിയിൽ എന്നതുപോലെ പാട്ടുപാടും. നിങ്ങളെ ദൈവം ഒരു ഫെസ്റ്റിവലിലേക്ക് നയിക്കാൻ പോവുക. വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ഉറക്കെ പറ, ഞങ്ങൾ എന്തിന്റെ ഭാഗമാകാൻ പോവുക? ഒരു ഉത്സവത്തിന്റെ ഭാഗമാകാൻ പോവുക. ഈ ചർച്ചിനൊക്കെ എതിരെ നിൽക്കുന്ന ചില തടസ്സങ്ങളെ സ്വർഗത്തിലെ ദൈവം കത്തിച്ച് കളയുന്ന ഒരു പ്രാർത്ഥനയാ ഈ പ്രാർത്ഥനയെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഗന്ധക നദി പോലെ ദൈവം കത്തിക്കും. യഹോവയുടെ ശ്വാസം ഉറക്കപ്പറ ഗന്ധക നദി പോലെ. ഈ ഗന്ധകം എന്ന് പറഞ്ഞാൽ സൾഫർ. സൾഫർ കത്തിയ 3 ഇടങ്ങളെ കുറിച്ച് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ഉൽപ്പത്തി പുസ്തകത്തിലാ. ഉൽപ്പത്തി പുസ്തകം 19:24 സോദോമിൽ കത്തിയത് ഏതാ? സൾഫറ.
തീയും ഗന്ധകവും. അപ്പൊ തന്നെ യെശയ്യാ 30:33 അശൂരിന് നേരെ കത്തിയത് സൾഫറ. അപ്പൊ തന്നെ വെളിപ്പാട് പുസ്തകം 19:24 സാത്താനെ തള്ളിയിടുന്നത് എങ്ങോട്ടാ? പറ. തീയും കത്തുന്ന പൊയ്കലോട്ടാ. ഈ ഉൽപ്പത്തി 19:24 സോദോമി കത്തിയത് ഗന്ധകവാ. നമ്മുടെ ആൾക്കാരൊക്കെ വിശുദ്ധ നാട് കാണാനായിട്ട് പോകാറുണ്ട്. നമ്മുടെ ചാക്കോച്ചാനും അന്നമ്മയും പോയപ്പോൾ അച്ഛനൊരാഗ്രഹം, ഏതായാലും അവിടെ പോവല്ലേ, നമ്മുടെ ഓർമ്മയ്ക്ക് ഒരു വാഴവത്തൂടെ കൊണ്ട് അവിടെ കുഴിച്ചു വെക്കാമെന്ന്. അമ്മമ്മ ചോദിച്ചാൽ എവിടാന്ന്? അന്നേരം പറഞ്ഞു, ആ ചാവുകടലിൻ്റെ ആ തീരത്ത് ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും ഒന്ന് കുഴിച്ചു വെക്കാമെന്ന്. എൻ്റെ അച്ഛ കിളുക്കു അച്ഛാ, പറ എന്നാ കാര്യം? കത്തിയത് എന്തുവാ? ഗന്ധക. എടാ, ഗന്ധകം കത്തിയപ്പം ചില റൂട്ടുകളെ ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്? ഉറക്കെ പറ. ഇന്ന് രാത്രി നീ ഉയരാതിരിക്കാൻ, നിന്റെ ശുശ്രൂഷ ഉയരാതിരിക്കാൻ, നിന്റെ തലമുറ ഉയരാതിരിക്കാൻ ശത്രു ഒരുക്കി വെച്ച ചില ശാപത്തിന്റെ റൂട്ടുകള് വിശ്വസിക്കുന്ന ദൈവമക്കളൊക്കെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര ദൈവപ്രവർത്തികൾ ഈ രാത്രി നടക്കാൻ പോവുക. എല്ലാ രോഗവും കത്തിമാറുന്ന സ്ഥലമാ കാൽവറി. എല്ലാ ശാപവും കത്തിമാറുന്ന സ്ഥലമാ ക്രൂശ്. ശബരബരബരവ. ഇന്ന് രാത്രികാലം നിന്റെ ശരീരത്തിന്റെ സംഭവിക്കട്ടെ. ഈ യോഗം കഴിഞ്ഞ് നിങ്ങൾ വെറുതെ ഇറങ്ങി പോകത്തില്ല. ഇന്ന് രാത്രി അസാധാരണമായ ഒരു അത്ഭുതം നിന്റെ ശരീരത്തിന്റെ മേൽ നടക്കാൻ പോവുക. ദൈവാത്മാവ് ഇന്ന് രാത്രി ചിലരെ തൊടുന്നത് എനിക്കറിയാം. ദൈവം തന്റെ ശ്വാസം ഊതുന്ന രാത്രിയാ. അത് ഊതുമ്പോൾ ഗന്ധകം കത്തുന്നത് പോലെ ചില അന്ധകാര പോരുകൾ, ചില പൈശാചിക വെല്ലുവിളികൾ Yes. ഈ ക്രൂശിന്റെ ചവിട്ടി കത്തി മാറാത്തതൊന്നുമില്ല. ദൈവവചനം പഠിക്കുമ്പോൾ 5 തരം ശാപങ്ങളെ ആ വചനത്തിൽ കാണുന്നത്. 5 തരം ശാപം, 5 type of curses. അതൊക്കെ ഒരു 8 മണിക്കൂർ പഠിപ്പിക്കേണ്ട വിഷയമാണ്. ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞു വിടാം. 1, ജനറേഷണൽ കേഴ്സസ്, തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്ന ശാപം. അതുകൊണ്ട് അത് മനസ്സിലാകണമെങ്കിൽ പുറപ്പാട് പുസ്തകം പഠിക്കണം. 20-ാം അധ്യായത്തിൽ ദൈവം പറയുന്നുണ്ട്, അപ്പന്മാരുടെ അകൃത്യം പിള്ളാരുടെ മേ 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ, അല്ലേ? പുറപ്പാട് 20:5-6 നമുക്കറിയാം, വായിക്കുമൊന്നും വേണ്ട, ഞാൻ പറഞ്ഞു വിടുന്നെന്നുള്ളതേ ഉള്ളൂ. ഈ ദൈവസന്നിധിയിൽ ഉഴപ്പരുത്. ഉഴപ്പിയാൽ അത് ആരെ ബാധിക്കും? തലമുറയെ ബാധിക്കും. നമ്മൾ ഈ വന്നിരുന്ന വെച്ച് ദൈവസന്നിധിയിൽ ഏകാഗ്രത കുറവുകൾ കാണിച്ചാൽ അത് ഉറപ്പായിട്ടും ആരെ ബാധിക്കും? തലമുറകളെ ബാധിക്കും. ഏറ്റവും വലിയ തെളിവാണ് യോവേൽ പ്രവചനം. യോവേൽ പ്രവചനം എഴുതിയത്, യോവേൽ എന്ന വാക്ക് 2 വാക്കിൽ നിന്നുണ്ടായി. 1 യാവേ, 2 ബേൽ. യാവേ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം യഹോവ, ബേൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ദൈവം. യോവേൽ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം യഹോവ തന്നെ ദൈവം. പ്രവാചകൻ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ദൈവമാണ് ദൈവം. ദൈവത്തിങ്കിലേക്ക് എന്ത് ചെയ്യണം? മടങ്ങി വരണം. ആരോടാ അദ്ദേഹം അത് പറയുന്നത്? യോവേൽ പ്രവചനം എഴുതുന്ന കാലഘട്ടത്തിലെ രാജാവ്, ഓൾഡ് ടെസ്റ്റ്മെന്റ് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ യോവാശ. ആരാ? യോവാശ്. യോവാശിൻ്റെ ചരിത്രം 2 ദിനവൃത്താന്തം 24 കാണുന്നത്. 7-ാമത്തെ വയസ്സിൽ രാജാവായ മനുഷ്യൻ 40 സംവത്സരം
യെരൂശലേമിൽ ഭരിച്ചു. അവൻ്റെ അമ്മയുടെ പേര് സിബിയ. അടുത്തത് പറയേ, യഹോയാദാ പുരോഹിതൻ്റെ ആയുഷ്കാലത്തൊക്കെ യോവാശ് യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. ആ പാസ്റ്റർ കാലത്ത് നല്ല മര്യാദയായിരുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പം മര്യാദ അല്ല. അന്ന് നല്ലതായിരുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പം നല്ലത് അല്ല. യോവാശ് പതുക്കെ ദൈവത്തിൽ നിന്ന് അകന്നു. നിങ്ങൾ ഓർത്തോണം, അകന്നാലും അടുത്താലും അതെല്ലാം റിസൾട്ട് തലമുറയിലാണ് വെളിപ്പെടുന്നത്. ഞാനിന്ന് രാത്രി മല്ലപ്പള്ളിയിലെ ചർച്ചയെ പ്രീതിപ്പെടുത്താനല്ല പ്രസംഗിക്കുന്നത്. എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ഉഴപ്പിയാൽ അത് എന്നെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ തലമുറയെ ബാധിക്കുമെന്ന് എനിക്കറിയാം. യോവാശിൻ്റെ 4 തലമുറകൾ ബാധിക്കപ്പെടുക. എങ്ങനെയൊക്കെ? 25:2 ദിനവൃത്താന്തം. അവൻ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു, ഏകാഗ്ര ഹൃദയത്തോടെ അല്ലതാനും. അർത്ഥം, യോവാശിൻ്റെ മകൻ അമസ്യാവിനെ കുറിച്ചാണ് പറയുന്നത്. കുഴപ്പമൊന്നുമില്ല, നല്ല പയ്യനാ, പക്ഷെ എന്തോ ഇല്ല, ഏകാഗ്രതയില്ല. നമ്മളവിടെ പറയും ഈയിടെയായിട്ട് പിശാച് പോരാടുന്നുണ്ട്, എൻ്റെ കുഞ്ഞിന് എന്തോ ഇല്ല. ഹലോ, പിശാചിൻ്റെ പോരാട്ടമായിരുന്നെങ്കിൽ വാട്സപ്പിനോട് ഏകാഗ്രത കുറയേണ്ടതാണ്, ഇൻസ്റ്റഗ്രാമിനോടും റീൽസിനോടും ഒക്കെ. അവിടെ എല്ലാം നല്ല ഏകാഗ്രത, എവിടെ മാത്രമേ ഉള്ളൂ കുഴപ്പം? കൂട്ടായ്മ എല്ലാം കൂടെ സാത്തവൻ്റെ അക്കൗണ്ടിലോട്ട് കൊടുക്കരുത്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകലുന്നതിൻ്റെ ഒന്നാമത്തെ ലക്ഷണമാണ് ഏകാഗ്രതയില്ലാതെ ആരാധിക്കുന്ന തലമുറ. 26:16 രണ്ടാം തലമുറ നിഗളിയായി മാറുക. ഉസിയാവിനെ കുറിച്ചാണ് പറയുന്നത്. 27:2 മൂന്നാമത്തെ തലമുറ യോധാം ആലയത്തിൽ കയറിയില്ല. 28:24 ആകാശ് ദൈവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു കളഞ്ഞു. അപ്പം 4 തലമുറ പരാജയപ്പെടുക. പക്ഷേ 5-ാം തലമുറയിൽ ഒരുത്തൻ എഴുന്നേറ്റു. പേര് ഹിസ്കിയാവ്. 2 ദിനവൃത്താന്തം 29. അവൻ തൻ്റെ അപ്പനായ ദാവീദ് ചെയ്തതുപോലെ യഹോവയെ ആരാധിച്ചു. ഹിസ്കിയാവിൻ്റെ നേരെ അപ്പൻ ആകാശ് ചെയ്തതനുസരിച്ചാണെങ്കിൽ എവിടുന്നേലും ഒരു JCB കൊണ്ടുവന്ന് ഹോളിൻ്റെ അടിത്തറ മാന്തേണ്ടത്. പക്ഷെ അവൻ ആകാശ് ആരാധിച്ചതുപോലല്ല ആരാധിച്ചത്. അവൻ്റെ അപ്പനായി യോധാം ആരാധിച്ചതുപോലല്ല ആരാധിച്ചത്. അവൻ്റെ അപ്പനായി ഉസിയാവ് ആരാധിച്ചതുപോലല്ല ആരാധിച്ചത്. അവൻ്റെ അപ്പനായി യോവാശ് ആരാധിച്ചതുപോലല്ല ആരാധിച്ചത്. അവൻ്റെ അപ്പനായി അമസ്യാവ് ആരാധിച്ചതുപോലല്ല ആരാധിച്ചത്. ഇന്നേക്ക് 10 തലമുറയ്ക്ക് അപ്പുറത്ത് ആ കുടുംബത്തിൽ നിന്ന് പെട്ടകമെടുത്ത് തോളെ വെച്ച് തന്നെ മറന്ന് ദൈവമുമ്പാകെ നൃത്തം ചെയ്ത ഒരു വല്യപ്പൻ്റെ പേര് അവന് പറയാനുണ്ട്. എന്താ വല്യപ്പൻ്റെ പേര്? ഉറക്കപ്പുറ ദാവീദ് എന്ന. ആ ദാവീദ് എങ്ങനെ ദൈവത്തെ ആരാധിച്ചോ അതുപോലെ അവൻ ദൈവത്തെ ആരാധിച്ചു. ഇന്ന് രാത്രി നീ നിന്റെ പിതാക്കന്മാരിൽ ഭക്തന്മാരെ പോലെ ദൈവത്തെ ആരാധിച്ചാൽ മരണകരമായ ചില ശാപങ്ങൾ പോലും മാറും. അതുകൊണ്ടാ ഇങ്ങനെ ആരാധിക്കുന്നവന്റെ മുമ്പിൽ ഹിസ്കിയാവിനോട് ദൈവം പറയാം, ആകാശിന്റെ ഘടികാരത്തിൽ സൂര്യഗതി അനുസരിച്ച് ഇറങ്ങിപ്പോയ നിഴല് നിന്റെ കാലത്ത് 10 പടി പുറമോട്ട് തിരിയും. അപ്പം ഇന്ന് രാത്രി മരണത്തിന് കാരണമായ ചില ജനറേഷണൽ കേഴ്സസ് തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറുന്ന ചില ശാപങ്ങൾ അപ്പം ജനറേഷണൽ കേഴ്സ് ഉണ്ട്. അതുപോലെ രണ്ടാമത്തെ ശാപമാ ജോഗ്രഫിക്കൽ കേഴ്സ്. 2 രാജാക്കന്മാർ 2:19 പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരം, പക്ഷെ വെള്ളം ഗർഭനാശം, ഫ്രൂട്ട്ലെസ് അല്ല. അവിടെ എന്നെ എടുത്തു, ഉപ്പ് കൊണ്ടിട്ടു. എവിടെയും ഇവിടുമല്ല, ഉപ്പ് ഉറവിങ്കൽ കൊണ്ടിട്ടു. പഴയ നിയമം പഠിക്കുമ്പോൾ യാഗവസ്തുവാ ഉപ്പ് അല്ലെ, യാഗപീഠത്തിൽ യാഗത്തിന് ഉപയോഗിക്കുന്ന യാഗവസ്തുവാ ഉപ്പ്. അപ്പൊ നിന്റെ ആരാധനയുടെ മുമ്പിൽ തകരാത്ത ഒരു ശാപവും ഇല്ല കേട്ടോ. പക്ഷെ അത് ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കണം. റൂട്ട് കണ്ടുപിടിച്ച ചില ശാപങ്ങളുടെ റൂട്ട് കണ്ടുപിടിച്ച അപ്പൊ ജനറേഷൻ കേസ് ഉണ്ട്, ജോഗ്രഫിക്കൽ കേസ് ഉണ്ട്. ഇനി മൂന്നാമത്തേത് ട്രോമ ബേസ്ഡ് കേസസ്. ആരാ അതിന്റെ തെളിവ്? അതിന്റെ തെളിവാണ് മെഫീബോശത്ത്. 2 രാജാക്കന്മാർ 2 ശമൂവേൽ 9:1 മുതൽ അവൻ രാജകുലത്തിൽപ്പെട്ടവനാ. പക്ഷെ ശൗലും യോനാഥാനും കൊല്ലപ്പെട്ട രാത്രി അവന്റെ ധാത്രി അവനെ എടുത്തോണ്ട് ഓടുന്ന വഴിക്ക് അവൻ വീണാരായി മാറി? പറ, മുടന്തനായി. ഇപ്പൊ അവനെ കൊണ്ട് ഉപേക്ഷിച്ചിരിക്കുക. എവിടെ? ലോദേവാർ.
ലോദേബാർ എന്ന വാക്കിന്റെ അർത്ഥം പച്ചപ്പില്ലാത്തത്. അപ്പം രാജകുലത്തിൽ ജനിച്ചവനാ, ഇപ്പൊ അവൻ ജീവിക്കുന്നത് എവിടാ? ഉറക്കപ്പറ. പച്ചപ്പില്ലാത്തിടത്ത്. എടാ, വീൽ ചെയറെ കൊണ്ട് എങ്ങാണ്ട് തള്ളിയിരിക്കുക ഏതോ ഓർഫനേജിൽ. ഇന്ന് രാത്രി ഞാൻ നിന്നോട് ആത്മാവി പറയാ, പച്ചപ്പില്ലാത്ത ഒരു ജീവിതത്തിനല്ല നിന്നെ ദൈവം വിളിച്ചത്. ശാപാരാധന. ഓ, ഈ രാത്രി ചില ട്രോമായിക്കകത്തു നിന്ന് എനിക്കറിയാം, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങളുടെ അകത്ത് അത്ഭുതം നടക്കുക. ശബര. ഓ, നിന്റെ തലമുറ പച്ചപ്പില്ലാത്ത ജീവിതത്തിനകത്ത് കെട്ടപ്പെട്ടു പോകാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തിന് മഹത്വം കൊടുത്തു. ശബര ബരബര ബരബര ശാന്തനാദര. ഓ, ചില ട്രോമാ ലെവലിൽ നിന്ന്, ചില സ്പിരിച്വൽ വൂൺസിനകത്തു നിന്ന് സ്വർഗത്തിലെ ദൈവം ചിലരെ പുറത്തു കൊണ്ടുവരുന്നത് ആത്മാവിൽ അറിയുന്ന ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു. ജനറേഷണൽ കേഴ്സസ്, ജോഗ്രഫിക്കൽ കേഴ്സസ്, ട്രോമാ ബേസ്ഡ് കേഴ്സസ്. ദൈവത്തിന് സ്തോത്രം. ഇനി നാലാമത്തേതുണ്ട്. അതെ, നാലാമത്തെ ശാപം. അതെന്താ? അത് സിൻ ബേസ്ഡ് കേസസ്. ആകാൻ പാപം ചെയ്ത നിമിത്തം അതിന് പരിഹാരം ഉണ്ടാക്കണം. ഇനി അഞ്ചാമത്തെ ശാപമുണ്ട്, സ്പോക്കൺ വേർഡ് കേസസ് എന്ന് പറഞ്ഞാൽ എന്താ? വാക്കുകൊണ്ടുള്ള ശാപം. ഇത് ഏറ്റവും വലിയ തെളിവ്. ബിലയാമ ശപിക്കാൻ വരുവാ, പക്ഷെ ശപിക്കാൻ പറ്റുന്നില്ല. സംഖ്യ 23 അവൻ ചോദിക്കുക, എടാ, ദൈവം ശപിക്കാത്തവനെ ഞാൻ എങ്ങനെ ശപിക്കും? യഹോവ പ്രാകാത്തവനെ ഞാൻ എങ്ങനെ, എന്നെ ശപിക്കാൻ പറ്റാത്ത? സംഖ്യ 23:9 ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. എടാ, വേർപാടുള്ളവനെ ആർക്കാ ശപിക്കാൻ പറ്റുന്നത്? 23:21 യാക്കോബിൽ തിന്മ കാണാനില്ല. അച്ഛാ, മടി കനോളവും വഴി പേടിച്ച പോരായോ? ഇവന് വേർപാട് മാത്രമല്ല ഉള്ളത്, ഇവന് വിശുദ്ധിയുണ്ട്. ഇനി അടുത്ത വാക്യം പറയാ, രാജകോലാഹലവന്റെ മധ്യമുണ്ട്. അവന്റെ ആരാധന എന്ന് പറഞ്ഞ ചത്തേ ചതഞ്ഞെന്നുള്ള ആരാധനയല്ല. ആര് പ്രാഗിയാലും ആര് കൂടോത്രം കൊണ്ട് വെച്ചാലും അവനും അവന്റെ പിള്ളേരും കൂടി ഇരുന്ന് അങ്ങോട്ട് ആത്മാവിൽ ആരാധിച്ചാലും ഉണ്ടല്ലോ. ഇന്ന് രാത്രി നീ ആത്മാവി സ്തുതിക്ക്, ശബ്ദം ഉയർത്തി സ്തുതിക്ക്, നിന്റെ ആരോഗ്യം കൊടുത്ത ദൈവത്തെ സ്തുതിക്ക്. വേർപാട്, വിശുദ്ധി, ആരാധന. ഇനി അടുത്തത് അവിടെ തന്നെ എഴുതിയിരിക്കുക. സംഖ്യ 23:23 കാട്ടുപോത്തിന് തുല്യമായ ബലം എന്ന് പറഞ്ഞാൽ അവന്റെ മേൽ ഒരു അധികാരമുണ്ട്. വേർപാടുള്ളവനെ, വിശുദ്ധി ഉള്ളവനെ, ആരാധിക്കുന്നവനെ, അഭിഷേകത്തിന്റെ അധികാരമുള്ളവനെ. ഓ, മനസ്സിലാകുന്ന ദൈവമക്കൾ ദൈവത്തിനും മഹത്വം കൊടുത്തു. അവനെതിരെ ഏത് പദ്ധതി ഒരുക്കി വെച്ചാലും, അവനെതിരെ ഏത് കുണ്ടാമണ്ടി ഒരുക്കി വെച്ചാലും ദൈവം അങ്ങോട്ടൊന്ന് ഊതും. അന്നേരത്തെ എന്ത് ചെയ്യും? ഉറക്കപ്പറ. ഗന്ധക നദി പോലെ അവനെതിരെ നിൽക്കുന്ന ശാപം കത്തും. ഇന്ന് രാത്രി നീ പുറത്തു വരും, നീ ഉയർത്തപ്പെടും. ഒറ്റ വാക്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. യേശയ്യാ 37:30 ദൈവം പറയാ, ശാപം കത്തിമാറുമെന്ന് മാത്രമല്ല, നിനക്കൊരു ഉയർച്ച ഉണ്ടാവും. എന്താ നിനക്കുണ്ടാകുന്ന ഉയർച്ച? യേശയ്യാ 37:30 എന്നാൽ ഇത് നിനക്കൊരടയാളമായിരിക്കും. എന്നാൽ ഇത് നിനക്ക് അടയാളമാകും. നിങ്ങൾ ഈ ആണ്ടിൽ പടുവിത്ത് വിളയുന്നതും 2-ാം ആണ്ടിൽ തന്നെ താനെ കിളിർത്തു വിളയുന്നതും തിന്നും. 3-ാം ആണ്ടിൽ നിങ്ങൾ വിതച്ചു കൊയ്യുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയുടെ പഴം തിന്നുകയും ചെയ്യും. ഇത് നിങ്ങൾക്കൊരടയാളമാകും. ഈ ആണ്ടിൽ പടുവിത്ത് വിളയുന്നതും 2-ാമത്തെ ആണ്ടിൽ താനെ കിളിർത്തു വിളയുന്നതും 3-ാമത്തെ ആണ്ടിൽ
വിതച്ചത് കൊയ്യുകയും ചെയ്യും. ഞാൻ NIV ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കാവേ. മലയാളത്തിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. And this shall be the sign for you. This year you shall eat what grows of itself. And in the second year, what springs from that. Then in the third year, sow and reap. എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇത് നിങ്ങൾക്ക് ഒരു അടയാളമാവും. This year you shall eat what grows itself. ഈ വർഷം നിങ്ങൾ കഴിക്കും എന്തുവാ? താനേ കിളിർത്തത് നിങ്ങൾ കഴിക്കും. And in the second year, what springs from that. രണ്ടാമത്തെ വർഷം അതിൽ നിന്ന് കിളിർത്തത് നിങ്ങൾ കഴിക്കും. മൂന്നാമത്തെ വർഷം നിങ്ങൾ വിതച്ചത് കഴിക്കും. അപ്പൊ അർത്ഥം മനസ്സിലായോ? ഈ വർഷം താനേ ചിലത് കിളുക്കും, രണ്ടാമത്തെ വർഷം അതിൽ നിന്ന് ചിലത് കിളിർക്കും, മൂന്നാമത്തെ വർഷം നിങ്ങൾ വിതച്ചത് കൊയ്യും. എന്തോ ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ പറയാം. ഈ ജാതിക രാജാവായിരിക്കുന്ന സൻഗരീബ്, അശൂർ രാജാവായിരിക്കുന്ന സൻഗരീബ് അവൻ്റെ സർവ്വ സൈന്യവുമായിട്ട് വന്ന് ഇസ്രായേലിനെ നിരോധിച്ചിരിക്കുക. ഈ രാബ്ശാക്കെ എന്ന് പറയുന്ന സർവ്വസൈനാധിപൻ വന്നവനോട് പറഞ്ഞു, ഇസ്രായേൽ രാജാവായ ഹിസ്കിയാവിനോട് ഉൾപ്പെടെ പറഞ്ഞു, നിങ്ങൾ ഈ ഉപരോധത്തിന് മുമ്പിൽ കീഴടങ്ങിക്കോണം, അല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടത്തില്ല. അശൂർ രാജാവിൻ്റെ കയ്യിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച് ഒരു ദൈവവും ഇല്ല. അപ്പൊ ഹിസ്കിയാവ് ദൈവത്തോട് ചോദിച്ചു, ഞാൻ എന്തോ ചെയ്യണം? ദൈവം പറഞ്ഞു, അശൂരിൻ്റെ മേൽ നിനക്കൊരു ജയം ഉണ്ട്. ഈ സമയത്ത് വീണ്ടും രാബ്ശാക്കെ വന്നിട്ട് ജനത്തിൻ്റെ മനസ്സുടക്കുക, ജനത്തോട് പറയുക, ഹിസ്കിയാവ് നിങ്ങൾ ഒരിക്കലും ചതിക്കരുത്, ഈ രാജാവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ പറ്റുന്ന ആരും ഇല്ല. ഈ സമയത്ത് യെശയ്യാവിലൂടെ ദൈവം പറയാ, എടാ ഞാൻ നിനക്ക് ഇതൊരു അടയാളമായിട്ട് തരും. എന്തുവാ? നിനക്കൊരു ഉയർച്ചയുണ്ട്, എക്സാൾട്ടഡ്, നീ ഉയർത്തപ്പെടും. എങ്ങനെ? അശൂരിനെ പേടിച്ച് നീയുള്ള വിത്തും എല്ലാം കൊണ്ട് എടുത്തോണ്ട് പോയില്ലേ? വിത്തല്ലേ നീ കഴിച്ചത്? എടാ നിനക്ക് വിതയ്ക്കാനില്ലല്ലോ, പക്ഷെ ഞാൻ നിന്റെ പാടത്തിൽ ഒരു അത്ഭുതം ചെയ്യാൻ പോവാ. എന്നെ ബഹുമാനിക്കുന്നവന്റെ പാടത്തിൽ ഞാൻ എന്ത് ചെയ്യും? എന്നെ ബഹുമാനിക്കുന്നവനെ ഞാൻ അംഗീകരിക്കും. ഒരു നെൽമണി വിതയ്ക്കാൻ നിനക്കില്ലെന്നുള്ളത് സത്യമാണ്. പക്ഷെ നിന്റെ കയ്യെ ദൈവം പൊലിപ്പിക്കും. എന്താ പ്രിയപ്പെട്ടവരെ ഈ പടുവിത്ത്? ഞാൻ പറയാം, ഈ മലപ്പള്ളിയിലൊക്കെ പെട്ടെന്ന് മനസ്സിലാവും, പാടവുമായിട്ടൊക്കെ ബന്ധമുള്ള ആളുകൾക്കറിയാം. നെല്ല് ഇങ്ങനെ കിളുക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന വിത്തിൻ്റെ പേര് ആദ്യഫലം. ഇത് കഴിയുമ്പോൾ കുറേ എണ്ണം വേറെ കിളുക്കും. ഇതെല്ലാം കൂടെ നേരെ ഇങ്ങനെ നിൽക്കും. പക്ഷേ മൂക്കുന്നതിനനുസരിച്ച് ഈ നെല്ലുചെടി വളയുമ്പോൾ നേരെ നിന്ന വിത്ത് എവിടോട്ടാവും? ഭൂമിയിലോട്ടാവും. ഈ സമയത്താണ് ഈ നെല്ലുചെടിക്കിടയിൽ കൂടെ ഉള്ള എലിയെ പിടിക്കാൻ പാമ്പും അതിൻ്റെ പുറകെ പൂച്ച എല്ലാം കൂടെ എന്ത് ചെയ്യുന്നത്? ഇതിൻ്റെ തട്ടുകൊണ്ട് പൂർണ്ണ വളർച്ചയെത്തിയ വിത്ത് എന്നേക്കുമായിട്ട് എവിടെ വീഴും? നെൽച്ചെടിയെ നടന്ന് താഴെ വീഴും. യജമാനൻ ഇത് കണ്ടിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കളപ്പുര ചെല്ലേണ്ട ആദ്യത്തെ വിത്ത് ഇതായിരുന്നു. പക്ഷേ യജമാനൻ ഇത് കാണുന്നതിന് മുമ്പ് ഇതെന്ത് ചെയ്തു? താഴെ പോയി. മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിൽ അവരെ കൊയ്തുകൊണ്ട് പോയ കൂട്ടത്തിൽ അർഹതയുണ്ടായിട്ടും ഇത് മാത്രം താഴെ പോയി. പിന്നെ ഒക്ടോബർ നവംബർ മാസത്തിലാണ് വിത. പിന്നുള്ള 3-4 മാസം മധ്യപൂർവേഷ്യ ജോലി ചെയ്തിട്ടുള്ളവർക്കറിയാം, ഈ കൊയ്ത്ത് കഴിഞ്ഞ് വരുന്നത് വലിയ ചൂടുകാലമാണ്. ഈ ചൂടുകാലത്ത് ഈ വിത്ത് എന്ത് ചെയ്യുക? ഏതോ മണ്ണിൽ കിടന്ന് എന്ത് ചെയ്യുക? അങ്ങ് ഉണങ്ങുക. സ്വത്രം. പിന്നെ കുറേ കളകളെല്ലാം കൂടി ഇതിൻ്റെ മേളിൽ കയറി വളർന്നു. ഇത് വിചാരിച്ച് എൻ്റെ കാലമെല്ലാം എന്ത് ചെയ്തു? കഴിഞ്ഞു. നിന്റെ കാലമൊന്നും കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം നിന്റെ സർവൈവൽ സ്റ്റേജാ. ആ 66 സങ്കീർത്തനം 10 മുതൽ വായിച്ചിട്ടില്ലേ? പരിശോധിച്ചു, തീയിലൂടെ പോയി, വെള്ളത്തിലൂടെ പോയി, വലയിലകപ്പെട്ടു, മുതുകത്ത് മുഖം വെച്ചു. പക്ഷെ അവിടെ ദൈവം പറയാ, എടാ എങ്കിലും നീ എന്നെ സമൃദ്ധിയിലേക്ക്,
അപ്പൊ എന്നും നീ ഒതുങ്ങിപ്പോത്തില്ല. ഈ മാർച്ച് ഏപ്രിൽ ഒഴിഞ്ഞു പോയതാ. 4-5 മാസമായിട്ട് ആരും കാണുന്നില്ല. യോസഫ് മറക്കപ്പെട്ടതുപോലെ നീ മറക്കപ്പെട്ടു. അല്ലേലും ദൈവം ഒരുത്തന് വാഗ്ദത്തം കൊടുത്ത 3 പോരാട്ടമാ. ഒന്ന്, അവനെതിരെ കുടുംബം തിരിയും. യോസഫിനെതിരെ ആദ്യം തിരിഞ്ഞ ആരാച്ചാ? കുടുംബം തിരിഞ്ഞില്ലേ? ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട ആരെ നോക്കിക്കോ, അവനെതിരെ ആദ്യ സഹോദരന്മാര് തിരിയും. രണ്ടാമത് എന്നാ സംഭവിച്ചു? തെറ്റായ ഫോൾസ് അക്യൂസേഷൻസ് അല്ലെ, എത്ര വിശ്വസ്തത കാണിച്ചിട്ടോ അപവാദം പറഞ്ഞു വരുത്തി. മൂന്നാമത് അവൻ മറക്കപ്പെട്ടു അല്ലെ. അപ്പക്കാരന്റെ കയ്യിലൊക്കെ പാസ്പോർട്ട് കൊടുത്തു വിട്ടതാ, പക്ഷെ പുള്ളി മറന്നു. പക്ഷെ ഇന്ന് രാത്രി നീ ഓർത്തോണം, എവിടെയെങ്കിലും നീ ഒതുങ്ങിപ്പോയാൽ എനിക്ക് ഒറ്റ കാര്യമാണ് പറയാനുള്ളത്. ആരാധിക്കുന്നവൻ ആദരിക്കപ്പെടും, ആരാധിക്കുന്നവൻ അംഗീകരിക്കപ്പെടും. സുവിശേഷം ഉള്ളിടത്തോളം കാലം. ഈ വിത്ത് വിചാരിച്ച് എൻ്റെ കാലം തീർന്നെന്ന് ഇല്ല കേട്ടോ. അടുത്ത് ഒരു മഴ വരുന്നുണ്ട്, ഒരു മുൻമഴ. ആ മുൻമഴയുടെ കാലം വരുമ്പോ യജമാനൻ എന്നെ എടുക്കുമെന്നറിയാവോ? ഈ പറമ്പിലൂടെ ഒന്ന് നടക്കും, എന്നിട്ട് അതിനകത്തെ മാലിന്യങ്ങളും കാടും ചപ്പും എല്ലാം ഒന്നിച്ച് മാറ്റിക്കൂട്ടും. എന്നിട്ട് കോലുകൊണ്ട് അവത്തെ തട്ടും. എന്തിനാണെന്നറിയോ? ഏതെങ്കിലും വിത്ത് ഇതിനകത്ത് വീണിട്ടുണ്ടെങ്കിൽ അത് പാടത്ത് വീടാൻ. എന്നിട്ട് നിലം ട്രാക്ടർ കൊണ്ടോ കാളയെ കൊണ്ടോ ഉഴുതും. അപ്പൊ ഈ വിത്ത് ചവിട്ടേറ്റ് മണ്ണിനകത്ത് ചള്ളക്കകത്ത് താണുപോയി. വിത്ത് വിചാരിക്കുക എൻ്റെ അവസ്ഥ ഇല്ലെന്ന്. നീ വെയിലടിച്ചാലും, നീ അകത്ത് ചള്ളക്കകത്ത് താണുപോയാലും വെള്ളത്തിന്റെ ഗന്ധമടിക്കുന്ന ഒരു ദിവസം. ഇതല്ലേ വചനത്തിന്റെ വാഗ്ദത്തം? കരിമരവും കരിവേലകവും വെട്ടിയാലും കുറ്റി പട്ടുപോയാലും വെള്ളത്തിന്റെ ഗന്ധമടിക്കുമ്പം കൃപ പ്രാപിച്ച ദൈവമക്കൾ ഉറക്കെ പറ, അതിനൊരു കിളിർപ്പുണ്ട്. എന്റെ സഹോദരി, എന്റെ ബ്രദറെ, ഇത് കിളിർക്കാതിരിക്കാൻ ആഴാന്തലും റബ്ബറും വട്ടയൊന്നും അല്ലല്ലോ, ഇത് കരിമരവും കരിവേലകവും അല്ലേ? ഇതിന്റെ ചരിത്രം മാറും. ഇതിന്റെ ചരിത്രത്തെ ദൈവം മാറ്റും. ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് രാത്രികാലം ദൈവത്തെ സ്തുതിക്കുക. നിന്റെ സിങ്കിങ് സ്റ്റേജ് കഴിയാൻ പോവുക, നിന്റെ സർവൈവൽ സ്റ്റേജ് കഴിയാൻ പോവുക. ഇന്ന് രാത്രി അടുത്ത ലെവലിലേക്ക് ദൈവം നിന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പോവുക. ദിസ് ഈസ് യുവർ റിന്യൂവൽ സ്റ്റേജ്. യഹോവയെ കാത്തിരിക്കുന്നവർ പറ, ഓ ശബരബരബരബ. ആരും കളപറിച്ചില്ലേലും, ആരും കയ്യിലെടുത്ത് വിതച്ചില്ലേലും, ആരും വളവിട്ടില്ലേലും, this is your renewal stage. എന്താ റിന്യൂവലിൽ നടക്കുന്നത്? ഇത് തന്നെ കിളിർക്കും, ഇത് തന്നെ കിളിർക്കും, ഇത് കിളിർക്കും. യെസ്, യു ഷാൽ ഈറ്റ് വാട്ട് ഗ്രോസ് ഓഫ് ഇറ്റ് സെൽഫ്. എന്താണോ താനെ കിളിർത്തത് അത് നിങ്ങൾ കഴിക്കും. താനെ കിളിർക്കുമെന്ന് മാത്രമല്ല, ആൻഡ് ഇൻ ദ സെക്കൻഡ് ഇയർ വാട്ട് സ്പ്രിങ്സ് ഫ്രം ദാറ്റ്, അതിൽ നിന്ന് ചിലത് കിളിർക്കും. ഒരു കിളിപ്പോടെ നീ അവസാനിക്കത്തില്ല, നിന്നിൽ നിന്നും ചിലത് കിളുക്കും. എത്ര പേർക്ക് ഇന്ന് രാത്രികാലം ഉറപ്പുണ്ട്? എനിക്കൊരു തലമുറയുണ്ട്, അഭിഷേകത്തോടെ വെളിപ്പെടും, അധികാരത്തോടെ വെളിപ്പെടും. എൻ്റെ തലമുറയെ ദൈവം പുറത്തു കൊണ്ടുവരുമെന്ന്. നീ ഒന്ന് വിചാരിച്ചോണം, നീ ഒന്ന് അറിഞ്ഞോണം.
പട്ടുപോയെന്ന് വിചാരിച്ച നിന്റെ മാതാപിതാക്കൾ പോലും പ്രതീക്ഷിക്കാതെ അവരുടെ കണ്ണിന്റെ മുമ്പില് നിന്റെ ദൈവം ഉയർത്തിയതിന്റെ കാരണമാ ഇന്നലകളിൽ പടുവിത്തായി കുടുംബത്തിൽ നിന്നും കൂട്ടക്കാരുടെ നടുവിൽ നിന്നും ഒറ്റയ്ക്ക് ആരാധിക്കാൻ ഇറങ്ങിയതിനെ ദൈവം ഓർക്കും. അതിന്റെ തലമുറയെ ദൈവം ഓർക്കും. അതിന്റെ തലമുറയെ ദൈവം ആദരിക്കും. എടാ, മഹത്വം ഉരിഞ്ഞു വെച്ച് ആരാധിക്കുന്നവന് അവൻ മണ്ടനല്ല. ദൈവസന്നിധി കണ്ണുനീരൊഴുക്കുന്നവൻ മണ്ടനല്ല. ദൈവത്തെ ബഹുമാനിച്ച് ആരാധിക്കുന്നവൻ മണ്ടനല്ല. ഇന്ന് ഞാൻ പവർശനി പ്രസംഗിച്ച ഒരു മെസ്സേജ് ഉണ്ട്. അവന് വേണ്ടി ദൈവം അളവ് നൂല് പിടിക്കും. ഇന്ന് രാത്രി ഒരു നില ഒരുക്കിയേച്ച് ഒരു കെട്ടിടം പണിയുന്നത് പോലെ നിനക്ക് വേണ്ടി ദൈവം ചിലത് ആരംഭിക്കും. ഉറപ്പുള്ള ദൈവമക്കൾ, ഈ ദൂത് മനസ്സിലായ ദൈവമക്കൾ കരമുയർത്തിപ്പിടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. യേശു അതറിഞ്ഞു. ആരാധിക്കുന്നവനെ അറിയും. കേൾക്കേണ്ടത് കേൾക്കേണ്ട സമയത്ത് കേക്ക്, പറയേണ്ട സമയത്ത് പറയേണ്ടത് പറ, ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടത് ചെയ്യ്. ആരാധിക്കുന്നവനെ സ്വർഗം അറിയും, അംഗീകരിക്കും. ഓ എക്സാൾട്ടഡ്. ആ വാക്ക് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുക. എക്സാൾട്ടഡ്. ഉയർത്തപ്പെടും. കൃപ പ്രാപിച്ച ദൈവമക്കൾ ഉറക്കെ പറ, ഉയർത്തപ്പെടും. ഞാൻ ഉയർത്തപ്പെടും. എൻ്റെ കുടുംബം ഉയർത്തപ്പെടും. എൻ്റെ തലമുറ ഉയർത്തപ്പെടും. എൻ്റെ മിനിസ്ട്രി ഉയർത്തപ്പെടും. ഉയർത്തില്ലെന്ന് ശത്രുഗണം ബാധിക്കുമ്പോ, തകർക്കുമെന്ന് ഭീതി മുഴക്കിടുമ്പോ, പ്രവർത്തിയിൽ വലിയവൻ ഒരുവൻ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി നടകൊള്ളുക. നിന്റെ ചരിത്രത്തെ മാറ്റുന്ന ഒരു അത്ഭുതം ദൈവം നിനക്ക് വേണ്ടി ചെയ്യുക. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുക. യാക്കോബ് സന്തോഷിക്കത്തക്ക നിലയിൽ, ഇസ്രായേൽ ആനന്ദിക്കത്തക്ക നിലയിൽ ഇന്ന് രാത്രി ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുക. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം. മനസ്സിലായ ദൈവമക്കളൊക്കെ ദൈവത്തെ സ്തുതിച്ചു. മനസ്സിലായവരൊക്കെ ദൈവത്തിന് മഹത്വം കൊടുത്തു. മനസ്സിലായവരൊക്കെ ദൈവത്തെ ആരാധിച്ചു. നീ ഉയർത്തപ്പെടും. നീ ആദരിക്കപ്പെടും. നീ മാനിക്കപ്പെടും. നീ വർദ്ധിക്കപ്പെടും. നിനക്കൊരു വിശാലത ഒരുക്കപ്പെടും. നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റും. നിന്റെ അവസ്ഥയെ ദൈവം മാറ്റും. ദൈവം നിന്നെ അംഗീകരിക്കും. ദൈവം നിന്നെ ആദരിക്കും. ഉറപ്പുള്ള ദൈവമക്കളെ ഇരിപ്പിടങ്ങളിൽ നിന്ന് ഒരല്പസമയം എഴുന്നേറ്റ് നിന്ന് നമ്മളൊന്ന് ദൈവം ഈ മെസ്സേജ് മനസ്സിലായവരൊക്കെ ആ കര ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഇന്ന് രാത്രി നിന്റെ ആദരവ് വെളിപ്പെടുക. നിന്റെ മാന്യത വെളിപ്പെടുക. നിന്റെ സ്ഥിതി മാറുക. നിന്റെ ചരിത്രം മാറുക. നിന്റെ മേലൊരു അത്ഭുതത്തെ ദൈവം ചെയ്യുക. ഒരു ആദരവിലേക്ക്, ഒരു മാന്യതയിലേക്ക്, ഒരു അംഗീകാരത്തിലേക്ക്, ഒരു ഉയർച്ചയിലേക്ക് ദൈവം നിന്നെ നയിക്കുക. വിശ്വസിച്ചോ? മനുഷ്യന്റെ പദ്ധതികൾ, സാത്താന്റെ പദ്ധതികൾ, അസൂയയുടെ പദ്ധതികൾ, നിനക്കെതിരെ നിൽക്കുന്ന പൈശാചിക പദ്ധതികൾ ഇന്ന് രാത്രി ഗന്ധക നദി പോലെ കത്തി അമരുന്നു. നീ ഉയർത്തപ്പെടുന്നു. നിന്റെ തലമുറ ഉയർത്തപ്പെടുന്നു. നിന്റെ കുടുംബം ആദരിക്കപ്പെടുന്നു. നിന്റെ ചരിത്രം മാറുന്നു. ൂടികട്ടി വൈടികട്ടി ചൂടകട്ടി ധാരകട്ട ജാനധാര വൈഡവാര ൂടഭാര ഭാര ഭാര വൈഡഭാര ധാര ധാരത
ഓ ദുരാവാര വൈഡാവാര ജൂഡാരാധ വൈഡാരാധ ഒരു ഉയർച്ച, ഒരു ആദരവ്, ഒരു മാന്യത, ഒരു വർധനവ്, ഒരു വിശാലത. Oh, mighty power of Jesus, mighty presence of Jesus. സന്തോഷമുള്ള ദൈവമക്കൾ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ. കർത്താവേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഇവർ ഉയർത്തപ്പെടട്ടെ, ഇവർ മാനിക്കപ്പെടട്ടെ, ഇവർ ആദരിക്കപ്പെടട്ടെ, ഇവർക്കൊരു വിശാലത ഒരുക്കപ്പെടട്ടെ. അങ്ങയുടെ ദാസൻ എന്ന അധികാരത്തിൽ ഞാൻ ഈ ജനത്തെ മനസ്സു തുറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഒരു വിശാലതയിലേക്ക്, ഒരു വാഗ്ദത്ത നിവർത്തിയിലേക്ക് ഇന്ന് രാത്രി സ്വർഗ്ഗം ഇവരെ എത്തിക്കുന്നതിന് നന്ദി. പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ചേർന്ന് പാടി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഈ രാത്രി നിന്റെ ഉയർച്ച, നിന്റെ മാന്യത, നിന്റെ സ്ഥിതി ദൈവം മാറ്റുന്നെന്നുള്ള ആ വലിയ ഉറപ്പോടുകൂട് കർത്താവിനെ പാടി സ്തുതിച്ചാട്ട്. കർത്താവ് ഒരുക്കുന്ന ഒരു അനുഗ്രഹത്തെ, കർത്താവ് ഒരുക്കുന്ന ഒരു അത്ഭുതത്തെ, കർത്താവ് ഒരുക്കുന്ന ഒരു വിശാലതയെ